വെൽക്കം ടു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സീരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആക്ച്വലി സർവീസ് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമുക്ക് കാണാം, ഒരുപാട് അക്ഷയ സെൻറ്ററുകളുണ്ട്, ജനസേവന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും പറയും നമുക്ക് വേണ്ടത്ര ബിസിനസ് ഇല്ല, അല്ലെങ്കിൽ റവന്യൂ കൂടുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പം ഇവരുടെ അടുത്ത് ഫസ്റ്റ് നമുക്ക് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമറുടെ ഡാറ്റാബേസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ബിക്കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് ഫോൾ ഉള്ള, ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന, ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇത്തരം ഇൻഡസ്ട്രീസൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു CRM ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡാറ്റ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വാട്സപ്പ് ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ബ്രോഡ്കാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ പുള്ള് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വരുന്നു, ഇന്നൊരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ഒരു പദ്ധതികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സംഭവത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇത്തരം ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിപ്പീറ്റഡ് കസ്റ്റമറെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ഓട്ടോമേഷൻ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി എന്താണ് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ചെയ്യേണ്ടത്. അതെന്ന് വെച്ചാൽ നമ്മൾ നല്ല റൈറ്റ് ആയിട്ടുള്ളൊരു CRM യൂസ് ചെയ്യാം. അതിൽ തന്നെ വാട്സപ്പ് ഇൻറ്റഗ്രേറ്റഡ് CRM യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എല്ലാ ഡാറ്റാസും നമുക്ക് ഈസിലി കിട്ടുകയും ചെയ്യും. ഇതെല്ലാം നമുക്ക് അങ്ങനെ ക്വിക്കായിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാനും അവിടെ നിന്ന് ഒരു എന്താ പറയുക വാട്സപ്പ് ചാറ്റ് ബോട്ട് വഴി തന്നെ കൺവേർഷൻസ് ഉണ്ടാക്കാനും സാധിക്കും.